അതേടി മോളെ, അത് തന്നെയാ. എന്താ നിനക്കിപ്പോ ഒന്നും പറയാനില്ലേ? ഹലോ ഹലോ. പക്ഷെ കട്ടായ. ആ, എന്തായാലും ഇതോടുകൂടി അവളെ പണി പോയിട്ടുണ്ടാവും. എനിക്കത് മതി. എന്ത് തെറിയ അവള് പറഞ്ഞേ. ഹോ, എന്റെ ചെവി അടിച്ചു പോയെന്ന് തോന്നുന്നു. എന്താ നിന്റെ വായിറങ്ങിപ്പോയോ? ഹലോ ഹലോ. കട്ടായോ? ഷിറ്റ്, കുറച്ചുകൂടി പറയണമായിരുന്നു. റാസ്കൽ ഇഡിയറ്റ്. അഞ്ജലി, താൻ എന്തെവിടെ ചെയ്തു വെച്ചേക്കുന്നേ? വല്ല ബോധമുണ്ടോ നിനക്ക്? ഇതിനൊക്കെ താൻ തന്നെ മറുപടി പറയണം. ഷോയുടെ ക്രെഡിബിലിറ്റിയാ ഇത് ബാധിക്കുന്നേ. താനൊന്ന് കേബിളിലോട്ട് വാ. കണ്ണാ, മോനെ കണ്ണാ, ഇങ്ങോട്ട് വാ, ഭക്ഷണം കഴിക്കണ്ടേ? ഞാനിതാ എത്തിയല്ല അച്ചൂസേ. അല്ല, ഇന്നെന്താ സ്പെഷ്യല്? സ്പെഷ്യൽ എന്താ? ഇഡ്ഡലിയും സാമ്പാറും ഉണ്ട്. പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട കപ്പയും ബീഫും. കഴിക്ക്. അടിപൊളിയായിട്ടുണ്ട്. അല്ല, അപ്പച്ചി അമ്മ എവിടെ പോയി? ലക്ഷ്മിയും സോമയും അവർക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു പുറത്തോട്ട് പോയതാ. അച്ചൂസ് കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചു മോനെ. മരുന്ന് മുക്കിടിയൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ നേരത്തെ തന്നെ ലക്ഷ്മി എല്ലാം കൊണ്ടുതരും. എങ്ങനെയുണ്ടടാ കപ്പയും ബീഫും? നിനക്കിഷ്ടായോ? എന്റെ പൊന്നോ, നോ വേർഡ്സ്. എന്നത്തെയും പോലെ സൂപ്പർ. ഹാ, എന്തായാലും നീ അധികം ഒന്നും കഴിക്കണ്ട. രാവിലെ തന്നെ ഗ്യാസ് കയറും. പിന്നെ നീ ഇനി ഇവിടെ കുറച്ച് ദിവസം കാണില്ലേ കണ്ണാ? ഉടനെ പോവോ? ഒന്നും പറയാൻ പറ്റില്ല. അച്ചൂസ് ഇങ്ങനെ വിളിച്ചതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. എനിക്ക് അവിടെ പിടിപ്പത് പണിയാന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. ഓ പിന്നെ, ഞങ്ങളറിയാത്ത എന്ത് പണിയാടാ നിനക്കുള്ളത്? നിന്റെ അമ്മ പറയുന്ന പോലെ പബ്, ക്ലബ്ബ്, ഡാൻസ്, പാർട്ടി ഇതൊക്കെ തന്നെയല്ലേ പേരാ നടക്കുക. വേറെ ഒന്നും നിനക്കില്ല. അച്ഛമ്മേ, യൂട്യൂബ് എന്നെ പറ്റി അങ്ങനെയാണോ വിചാരിച്ചു വെച്ചേക്കുന്നേ? ശരിയാ, ഈ പറഞ്ഞ പണിയൊക്കെ എനിക്കുണ്ട് എന്ന് വെച്ച് വേറൊരു പണിയും ഇല്ലാന്ന് നിങ്ങൾ ആരും കരുതണ്ട. നിങ്ങളാരും അറിയാത്തതുകൊണ്ടാ ഇപ്പൊ അത്യാവശ്യം ഫേമസ് ആയ ഒരു സിംഗറൊക്കെ തന്നെയാ ഞാൻ. അല്ലെങ്കിലും നിങ്ങളാരും എന്റെ ഒന്നും അറിയില്ലല്ലോ. എനിക്കിഷ്ടപ്പെട്ട ഫീൽഡല്ലല്ലോ നിങ്ങൾക്കാർക്കും താല്പര്യം. ഒക്കെ ഞാൻ MBA പഠിക്കണം. പക്ഷെ എന്റെ പാഷന് സിംഗിങ് ആണെന്ന് എത്ര പറഞ്ഞാലും അമ്മക്ക് മനസ്സിലാവും. എപ്പോഴും എന്നെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടല്ലേ. അതുകൊണ്ടാ നിങ്ങൾ ആരും ഒന്നും അറിയാത്തത്. ഇപ്പൊ എത്ര ഷോകളാ എനിക്ക് വരുന്നതെന്നറിയോ? ആഹാ, അത് നല്ല കാര്യമാണല്ലോ. നീ ഇതൊക്കെ ഞങ്ങളോട് വിളിച്ച് പറയണ്ടേ? അതെങ്ങനെ വിളിച്ചാൽ നിനക്ക് കിട്ടില്ലല്ലോ. വല്ലപ്പോഴും കിട്ടിയാ കിട്ടി. അവിടെ ചെന്ന ഭയങ്കര ബിസിയാ അച്ഛമ്മേ. അതാ വിളിക്കാൻ പറ്റാത്തെ. എന്നാലും ഞാൻ സമയം കിട്ടുമ്പോ വിളിക്കാറില്ലേ. എന്തായാലും എൻ്റെ കണ്ണൻ ആഗ്രഹിച്ച പോലെ ലോകം അറിയപ്പെടുന്ന ഒരു നല്ലൊരു സിംഗർ ആവാൻ എൻ്റെ മോൻക്ക് പറ്റട്ടെ. പിന്നല്ല, ഇതാണ് എന്റെ മുത്ത്. പിന്നെ നീയും ഹരിയും കൂടി എൻ്റെ ഒരു പഴയ ഫ്രണ്ട് ഉണ്ട്, ആളുടെ വീട്ടിലൊന്ന് പോകണം കേട്ടല്ലോ. ഇന്ന് തന്നെ പോണ അച്ഛമ്മേ? ഇന്നല്ലടാ, നാളെയോ മറ്റന്നാളോ. ഓക്കെ, നോക്കാം. സർ, ഞാൻ എക്സ്പ്ലനേഷൻ വാങ്ങിക്കോളാം. ഓക്കെ സർ. ഇല്ല, സർ പറഞ്ഞ പോലെ തന്നെ ചെയ്തോളാം. ഓക്കെ, ശരി. ലുക്ക് അഞ്ജലി, എനിക്കിതിന്റെ എക്സ്പ്ലനേഷൻ കിട്ടിയേ പറ്റൂ. പറ, എന്തിനാ താൻ അവനോട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ പോയെ? സർ കേട്ടതല്ലേ, അവൻ വെറുതെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയതാ. അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചു. എങ്ങനെയാലും ഇത് തനിക്ക് വന്ന പ്രൈവറ്റ് കോൾ അല്ല. അതാദ്യം അഞ്ജലി മനസ്സിലാക്ക്. ഇതൊരു പ്രോഗ്രാമാണ്, അതും ലൈവ്. എത്ര പേര് കേട്ടോണ്ടിരിക്കുന്ന ഷോ ആണ്. ആ ഒരു ബോധം ഇല്ലാതല്ലേ താൻ എന്തൊക്കെ തെറികളാ അവനോട് പറഞ്ഞ്. അതിനനുസരിച്ച് അവനും രണ്ടും കൊള്ളാം. എന്തായാലും ഇത് നമുക്കാണ് ബാധിക്കുന്നത്. അതെന്താ അഞ്ജലി ആ സമയത്ത് ഓർക്കാനേ? ഇതെന്റെ ഭാഗത്ത് മാത്രം മിസ്റ്റേക്ക് ആണ് സർ. അവൻ ആദ്യം വിളിച്ചു, ഒരുമാതിരി സംസാരിച്ചപ്പോ അപ്പൊ തന്നെ ഞാൻ ഹെഡ് ഓഫീസുമായി കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞതാ. വീണ്ടും വിളിച്ച് അങ്ങനെ ഒരു സംസാരിച്ചപ്പോ പരമാവധി ഞാൻ കൺട്രോൾ ചെയ്തതാ. പിന്നെ ഞാനൊരു മനുഷ്യനല്ലേ സർ, ഇതൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോ എങ്ങനെയാ പ്രതികരിക്കാണ്ടിരിക്കുക? അഞ്ജു, എനിക്ക് നിന്നെ മനസ്സിലാകാത്തതല്ല. ബട്ട് നമ്മളെല്ലാരും ഒരാളുടെ കീഴില് വർക്ക് ചെയ്യുന്നതല്ലേ. ആകെ പ്രശ്നമായിരിക്കുക. നീ ബോയ്സിനെ മൊത്തത്തിൽ അധിക്ഷേപിച്ച് സംസാരിച്ചെന്നും പറഞ്ഞ ഓരോരുത്തരും ഇങ്ങോട്ട് കോൾ ചെയ്യുന്നേ. എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. അതിൻ്റെ ഇടയിൽ MDയുടെ കോള്. ഞാൻ ആകെ പെട്ടിരിക്കുക. നിന്നോട് എക്സ്പ്ലനേഷൻ ചോദിക്കാനാ MD പറയുന്നേ. ഞാൻ എന്താ ചെയ്യാ? നീ ഒന്നുകൂടി ശ്രദ്ധിക്കണമായിരുന്നു അഞ്ജു. എനിക്കറിയാം നിന്റെ കരിയറിലെ ഫസ്റ്റ് മിസ്റ്റേക്ക് ആണിതെന്ന്. പക്ഷെ
ഇതിപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ. ഇനിയിപ്പോ ഞാൻ എന്ത് വേണം സാർ? സാർ എന്താ പറഞ്ഞു വരുന്നേ? അതാ പറഞ്ഞേ, എനിക്കും അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. MD ആണെങ്കിൽ ആകെ കലിപ്പില്ല. ഒരു വിധത്തിലാ ഞാൻ സമാധാനിപ്പിച്ച് നിർത്തിയേക്കുന്നേ. ഇത് നമ്മുടെ ഷോയെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണല്ലോ. താൻ എന്തായാലും 1 വീക്ക് ലീവ് എടുക്ക്. അതിനുള്ളിൽ ഇതെങ്ങനെയെങ്കിലും സെറ്റാക്കാൻ പറ്റുമോ നോക്കാം. ഈ പ്രശ്നമൊക്കെ ഒന്ന് ആറട്ടെ. ഞാൻ ലീവ് എടുത്താൽ മോർണിംഗ് ഷോ അത് പ്രശ്നമാവില്ലേ സാർ? അതോർത്തൊന്നും 5 ടെൻഷൻ ആവണ്ട. ഞാൻ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. തൽക്കാലത്തിന് നീ 1 വീക്ക് ലീവ് എടുത്തേ പറ്റൂ. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ആറട്ടെ. അല്ലാണ്ടൊരു വഴിയും ഞാനിപ്പോ കാണുന്നില്ല. എന്നാ ശരി, താൻ ചെല്ല്. അഞ്ജു, എന്തായടി? സാർ എന്താ പറഞ്ഞേ? എന്താവാനാ മീനു? എന്നോട് കുറച്ച് ദിവസം ലീവ് എടുക്കാൻ, ഒരു 1 വീക്കൊക്കെ. അതായത് ഒരു ചെറിയൊരു സസ്പെൻഷൻ, അത്ര തന്നെ. എടി, നീ പെട്ടെന്ന് പോയാ നാളെ മോർണിംഗ് ഷോ ആര് ചെയ്യും? ആര് ചെയ്യാനാ? സാർ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. മിക്കവാറും നീ തന്നെ ചെയ്യേണ്ടി വരും. ഞാനോ? എടി, മോർണിംഗ് ഒക്കെ നീ തന്നെ. ഒരാഴ്ചത്തെ കാര്യമല്ലേ, നീ ഒന്ന് ചെയ്യണേ. അല്ലടി, നീ എന്താ ഇത്ര കൂടായി സംസാരിക്കുന്നേ? നിനക്ക് വിഷമമില്ലേ? ഫസ്റ്റ് ടൈം അല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ? വിഷമൊക്കെ ഉണ്ടോ ചോദിച്ചാ വിഷമൊക്കെ ഉണ്ട്. പിന്നെ ഒരാഴ്ചത്തെ കേസല്ലല്ലോ, അതാ പിന്നെ. അതെ, നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരാഴ്ചയല്ലേ, അതങ്ങനെ അങ്ങ് പൊക്കോളും. നീ അടിച്ചു പൊളിച്ച് ഇങ്ങോട്ട് വാ. ഓക്കെ? ശരിയടി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. മമ്മിയുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഒരാഴ്ച കഴിഞ്ഞ് കാണാം. ബൈ. ഓക്കെ ഡി, നീ ചെല്ല്. ബൈ. ലക്ഷ്മി, കണ്ണനെത്തിയെന്ന് പറഞ്ഞിട്ട് അവനെവിടെ? കാണുന്നില്ലല്ലോ. ഇതാണ് മേലെടുത്ത് മഹാദേവൻ, നമ്മുടെ കണ്ണന്റെ അച്ഛൻ. അവൻ എന്തിനാ മനുഷ്യ ഇങ്ങോട്ട് വരുന്നേ? ആ ഹരിയുടെ കൂടെ പോയിട്ടുണ്ട്. വല്ല പബ്ബിലോ ക്ലബിലോ എവിടെയെങ്കിലും കാണും. എന്താ ലക്ഷ്മി ഇത്? നമ്മുടെ കണ്ണനല്ലേ, അവന്റെ പ്രായം അതല്ലേ, അവൻ എൻജോയ് ചെയ്യട്ടെ. ചെയ്യട്ടെ ചേട്ടെ, നല്ല പോലെ എൻജോയ് ചെയ്യട്ടെ. കുറച്ചും കൂടി തലയിൽ കയറ്റി വെക്ക്. നിങ്ങളും അമ്മയും കൂടിയാ അവൻ ഇങ്ങനെ വഷളാക്കുന്നേ. ദേ മഹിയേട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അവൻ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ച് ഇങ്ങോട്ട് വന്നാല് അപ്പോഴാ എന്റെ സ്വഭാവം നിങ്ങൾ എല്ലാരും കാണാൻ പോകുന്നേ. ഇത് നല്ല കൂത്ത്. നീ എന്തിനാ ലച്ചു എപ്പോഴും ഇങ്ങനെ പറയുന്നേ? കുരുത്തക്കേടൊപ്പിക്കും. അവന്റെ പ്രായം അതാണ്. അപ്പൊ അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്താ നമ്മൾ വേണം ക്ഷമിക്കാന്. അല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞ അവന് ഇറിറ്റേറ്റ് ചെയ്യല. അതാ കണ്ണന് നിന്നോട് ഇത്ര ദേഷ്യവും അവൻ ഇങ്ങോട്ട് വരാൻ മടിക്കുന്നതും. പറഞ്ഞിട്ട് കാര്യമില്ല, ഇതന്നെയല്ലേ പരിപാടി. നല്ല ബെസ്റ്റ് തന്ത, മകന് പറ്റിയ അച്ഛൻ തന്നെ. എന്താ മഹിയേട്ടാ നിങ്ങൾ ഇങ്ങനെ? കളിയും തമാശയും ഒക്കെ വേണം, വേണ്ടാന്നല്ലല്ലോ ഞാൻ പറയുന്നത്. അവനോട് കുറച്ച് സ്ട്രോങ്ങില് നിന്നാല് ഇങ്ങോട്ട് കുറച്ച് ബഹുമാനമൊക്കെ കിട്ടത്തുള്ളൂ. അതൊന്നുമല്ല, ഫ്രണ്ടിനെ പോലെയാ. അതിനൊന്നുമല്ല എനിക്ക് പ്രശ്നം. അവന്റെ പ്രായം നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ വല്ല ഏടാകൂടത്തിലും ചെന്ന് പെട്ട എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാ. മാത്രല്ല 10-25 വയസ്സ് കഴിഞ്ഞു അവന്. ഇതുവരെ ഒരു മര്യാദക്ക് ജോലി പോലും ആയിട്ടില്ല. നിങ്ങളുടെ ചെലവിലല്ലേ അവൻ ജീവിക്കുന്നേ? സ്വന്തമായിട്ട് അധ്വാനിക്കുന്നുണ്ടോ? ഇതൊക്കെ കാണുമ്പോ എനിക്ക് എത്ര വിഷമമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നേ, അല്ലാണ്ട് അവനെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാനിങ്ങനെ പറയുന്നതുകൊണ്ടാണ് അവൻ ഇങ്ങോട്ട് വരാത്തെങ്കിൽ ഞാൻ ഇനി എന്തായാലും ഒന്നും മിണ്ടില്ല. എന്റെ കൃഷ്ണനാണ് സത്യം. ഞാനായിട്ട് ഇനി ഒന്നും പറയില്ല. പോലെ നിങ്ങക്ക്. എന്താ ലച്ചു, നീ അപ്പോഴേക്ക് കരയുന്നത് എന്തിനാ? എനിക്ക് നിന്റെ കൺസേൺ ഒക്കെ മനസ്സിലാവുന്നുണ്ട്. എനിക്ക് എന്റെ കണ്ണനോട് കുറച്ചധികം സ്നേഹം കൂടുതലാ. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. പിന്നെ അവന് ജോലിയുടെ ആവശ്യമൊക്കെ ഉണ്ടോ? ഞാൻ ഇത്രയും അധ്വാനിച്ചുണ്ടാക്കിയത് ആർക്കാ? അവന്റെ 3-4 തലമുറക്കുള്ളതുണ്ട് എന്റെ കയ്യില്. അവനതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അവനവന്റെ ഫ്രീ ആയിട്ട് നടക്കട്ടെ എന്ന് കരുതിയത് അതുകൊണ്ടാ. എന്ന് വെച്ച് ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത ആൾക്ക് പെണ്ണ് കിട്ടോ? അവന് 10-25 വയസ്സായി. കല്യാണമൊക്കെ നോക്കണ്ടേ നമുക്ക്? നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? മേലെടുത്ത് മഹാദേവന്റെ മകന് ജോലിയില്ല എന്ന പേരില് പെണ്ണ് കിട്ടാതിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ശരിയാ, തറവാടിത്തത്തിലും സാമ്പത്തികപരമായും മേലേടത്ത് മഹാദേവൻ അത്രക്ക് ഉയർച്ചയിലാണെന്ന് എനിക്കറിയാലോ. എന്ന് വെച്ച് നമ്മുടെ മോന് എന്തെങ്കിലും അതിന്റെ വില കിട്ടുമോ? ഒരു ജോലി ഇല്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്ക്. ഒന്നും വേണ്ട, അവനോടൊന്ന് സംസാരിക്ക്. സീരിയസ് ആയിട്ട് തന്നെ ഒരു ജോലിയൊക്കെ നോക്കാൻ പറയേ. ആ MBA മര്യാദക്ക് അവൻ പഠിച്ചോ?
അവന് പാട്ടും കൂത്തും എനിക്ക് ദേഷ്യമാ വരുന്നേ. നിനക്കിപ്പോ എന്താ ലച്ചു വേണ്ടത്? ഞാൻ അവനോട് സംസാരിക്കണം, അത്രയല്ലേ? സംസാരിച്ചോളാം. വെറുതെ അങ്ങ് സംസാരിച്ചാ പോരാ, ജോലിയെ പറ്റി സീരിയസ് ആയിട്ട് തന്നെ സംസാരിക്കണം. അവന്റെ ആ പാട്ടും കൂത്തും അങ്ങ് നിർത്താൻ പറഞ്ഞേക്കണം. ഹാ, എന്തായാലും അവൻ വരട്ടെ, സംസാരിക്കാം. എന്നിനി അവൻ എപ്പ വരാനാ എന്തോ, കണക്കായിരിക്കും. ഹരിയുടെ കൂടെ അല്ലേ പോയത്. ലച്ചു, നീ തുടങ്ങല്ലേ, എനിക്ക് വിശന്നിട്ട് വയ്യ. ഫുഡ് എടുത്ത് വെക്ക്. ഇതാരാ? അഞ്ചു മോളോ? ലീലാമ്മപ്പേത്തി, ഞാൻ ഇന്ന് രാവിലെയാ മോളെ എത്തിയത്. ഒന്നും പറയണ്ട, 2 ദിവസം കഴിഞ്ഞ ഉടനെ വരാന്ന് വെച്ചതായിരുന്നു. പക്ഷെ മോക്ക് തീരെ സുഖല്ലെന്നേ, അതാ ഒരാഴ്ച നിൽക്കേണ്ടി വന്നേ. അമ്മ ഇവിടെ? നന്ദിനി മോള് ഒരു പുസ്തകമായിട്ട് മുകളിലോട്ട് പോകുന്ന കണ്ടു. എഴുതുവാണോ വായിക്കുവാണോന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല, എനിക്കറിഞ്ഞൂടാ. മോളകത്തോട്ട് വാ, കുഞ്ഞെന്നെ പോയി നോക്ക്. അത് ശരി, ഇവിടെ കിടന്ന് ഉറങ്ങുവാണോ? ഇതിപ്പോ എഴുതി എഴുതി ഉറങ്ങിയതാണോ വായിച്ച് വായിച്ച് ഉറങ്ങിയതാണെന്ന് ദൈവത്തിനറിയാം. ശരിയാക്കി തരാം. ഹലോ, സാഹിത്യകാരി ഇവിടെ കിടന്ന് ഉറങ്ങിയോ? അഞ്ജു, ഞാൻ ഉറങ്ങിയൊന്നുമില്ല മോളെ. നാളെ പ്രസിദ്ധീകരിക്കാനുള്ള പുസ്തകമാണ്. അതിങ്ങനെ ഒന്നിങ്ങനെ നോക്കിയിരുന്നപ്പോ ഒന്ന് കണ്ണടച്ച് കിടന്നുള്ളൂ. ഓക്കെ ഓക്കെ. മമ്മി ഫുഡ് കഴിച്ചോ? എനിക്കറിയാം കഴിച്ചു കാണില്ല. ബാ, എനിക്ക് ഭയങ്കര വിശപ്പ്, നമുക്ക് 2 പേർക്ക് ഫുഡ് കഴിക്കാം. അത് ശരിയാ, ആ ലീലാമ്മ കുറെ നേരമായി എന്നെ വഴക്ക് പറയുന്നു. ഫുഡൊക്കെ കഴിക്കാം. അതിനു മുന്നേ ഇന്നെന്താ പതിവില്ലാണ്ട് ഇങ്ങോട്ട്? അത് കൊള്ളാലോ, എനിക്ക് എന്റെ അമ്മയെ കാണാൻ വന്നൂടെ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ അഞ്ജു, നീ എന്നും വീക്കെൻഡിലല്ലേ ഇങ്ങോട്ട് വരാറുള്ളൂ. എനിക്കറിയാം ഇന്നുണ്ടായ പ്രശ്നങ്ങളൊക്കെ, അപ്പോഴേ ഞാൻ ഊഹിച്ചതാ നീ ഇന്ന് ഇങ്ങോട്ട് വരുമെന്ന്. അതിനെന്താ ഇത്ര സംശയം? എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ അപ്പോ മമ്മിയുടെ അടുത്തല്ലേ വരാറ്. എന്നിട്ട് നിന്റെ ആ ജോബ് പോയോ? അവരെന്താ പറഞ്ഞു? എന്നാലും നിനക്കെതിരെ ഒരു പണിഷ്മെന്റ് ഉണ്ടാവുമല്ലോ, ആക്ഷൻ എടുക്കാതിരിക്കില്ല. ആ, എന്നോട് ഒരു 1 വീക്ക് ലീവ് എടുക്കാൻ പറഞ്ഞു. പ്രശ്നങ്ങളൊക്കെ ഒന്ന് തണുത്തിട്ട് വന്നാ മതിയെന്നു. എന്നിട്ട് ഈ ഒരാഴ്ച എന്താ എൻ്റെ മോളുടെ പരിപാടി? എന്ത് പരിപാടി? ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പെട്ടെന്നല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഞാൻ വിചാരിക്കുമായിരുന്നു, കുറച്ചായില്ലേ അച്ഛമ്മ ഇങ്ങനെ നാട്ടിലോട്ട് വിളിക്കുന്നു, ഞാനൊന്ന് പോയാലോന്ന്. അത് നല്ലതാ മോളെ, കുറെ ആയല്ലോ നീ അങ്ങോട്ടൊക്കെ പോയിട്ട്. ഒന്ന് പോയി കണ്ടിട്ട് വാ. ഞാനെങ്ങനെയാ ഒറ്റക്ക് പോവാ മമ്മി? മമ്മിയും വാ, പപ്പയും വിളിക്കാം. ഞാനില്ല മോളെ, എനിക്ക് അടുത്ത ആഴ്ച പ്രസിദ്ധീകരിക്കേണ്ട വേറൊരു ബുക്ക് കൂടിയുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, പപ്പയും കൂട്ടി പൊക്കോ. ഓ, അതിന്റെ ആവശ്യമില്ല. പപ്പയോടും ഈ കാര്യം പറഞ്ഞു പോയാൽ ഇത് തന്നെ ആയിരിക്കുമല്ലോ മറുപടി. പിന്നെന്തിനാ എന്റെ ടൈം വേസ്റ്റ് ചെയ്യുന്നേ? 2 പേരും വരണ്ട, ഞാൻ ഒറ്റക്ക് പൊക്കോണ്ട് പോരെ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്താ നിന്റെ പ്ലാൻ? നിനക്ക് 30 വയസ്സ് കഴിഞ്ഞില്ലേ, ഇനി കല്യാണത്തെ പറ്റിയൊക്കെ ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. തൽക്കാലം ഇപ്പൊ ഒന്നും എന്റെ മമ്മി ചിന്തിക്കണ്ട. തായോട്ട് വാ, എനിക്ക് വിശക്കുന്നുണ്ട്. കുറെ നേരമായി അതും ഇതും പറഞ്ഞിരിക്കുന്നു. നീ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറൊന്നും വേണ്ട. ഇപ്പൊ പോകുന്നിടത്തുനിന്ന് അച്ഛമ്മ തന്നെ നിനക്ക് സമാധാനം തരില്ല, അറിയാലോ. എപ്പ വിളിച്ചാലും ഈ ഒരു പരാതി തന്നെയുള്ളൂ. അച്ഛമ്മ എന്നും ഒരു വിഷയമേ അല്ല, അതൊക്കെ മാനേജ് ചെയ്യാനേ ഈ അഞ്ജലിക്ക് പറ്റും. ശരി ശരി. അതല്ല, നീ എന്നിട്ട് ഇന്ന് തന്നെ പോകുന്നുണ്ടോ? ആ, ഇന്ന് തന്നെ പോണെന്നാ എന്റെ മനസ്സില്. മമ്മിക്ക് അറിയാവുന്നതല്ലേ, ഈ ജോബ് എനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതാ, എന്റെ പാഷനാ. അതാണ് ആ ഒരുത്തം കാരണം. ഇന്ന് വരെ ഞാൻ അങ്ങനെ ലീവ് പോലും ആക്കിയിട്ടില്ല. എനിക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടാ. ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച, തിരിച്ച് ജോലിയിൽ കയറുന്നവരെ ഇവിടെ നിന്ന് മാറി നിന്നേ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് ശരിയാവില്ല. അതാ അവിടെ ചെന്നാല് കുറച്ചെങ്കിലും സമാധാനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പപ്പയോട് കാര്യങ്ങളൊക്കെ പറയുന്നില്ല നീ? പറയണം, പോകുന്നതിന് മുന്നേ പപ്പയെ ഒന്ന് കാണണം. ശരി, വാ ഫുഡ് കഴിക്കാം.
മോനെ മഹി, നീ കണ്ണനെ ഒന്ന് വിളിച്ചു നോക്ക്. രാവിലെ കപ്പയും ബീഫും തിന്നു പോയതാ. ഉച്ചക്ക് വല്ലതും കഴിച്ചോ ആവോ? രണ്ടുപേരും എവിടെയായി പോകുന്നേ? ഞാനിപ്പോ ഹരിയെ വിളിച്ചിരുന്നു അമ്മ. അവർ രണ്ടും ഇവിടെ ടൗണിലുണ്ട്. കുറച്ചു കഴിഞ്ഞിങ്ങ് വരാന്ന്. ഈ ഹരിയുടെ ഒരു കാര്യം, അവർക്ക് പെട്ടെന്ന് ഇങ്ങ് വന്നാലെന്താ? അല്ലെങ്കിലേ ലക്ഷ്മിക്ക് പറച്ചില്ല, ഹരിയെ കണ്ടാണ് കണ്ണം പഠിക്കുന്നതെന്ന്. അതൊരു കണക്കിന് ശരിയാ. അവനോ ഇങ്ങനെ ആയി, അതുപോലെ ഇനി കണ്ണനോ ആവണ്ടല്ലോ എന്ന് കരുതിയിട്ടാവും അവളിങ്ങനെ പറയുന്നേ. ലക്ഷ്മി പറയുന്നൊന്നും അമ്മ കാര്യാക്കണ്ട. അവളാ പറയുന്നേന്നുള്ളൂ, മനസ്സിലൊന്നുമില്ല. പിന്നെ ഹരിയുടെ അവസ്ഥ നമുക്കറിയാവുന്നതല്ലേ. അവൻ അവന്റെ ബൈക്ക് വിടുന്നതാ നമുക്ക് നല്ലത്. പിന്നെ കണ്ണൻ, അവനിപ്പോ ചോരത്തിളപ്പിന്റെ പ്രായമല്ലേ. അപ്പോ ഹരിയുടെ കൂടെ ഇങ്ങ് കൂടുന്നു, അത്രേ ഉള്ളൂ. ഓ, അവളുടെ മനസ്സിലൊന്നുമില്ലാന്ന് നീ പറഞ്ഞു തന്നിട്ട് വേണ്ടല്ലോ എനിക്കറിയാൻ. എനിക്കറിയാടാ, അവളൊരു പാവ. പിന്നെ നീ പറഞ്ഞതൊന്നും അവളിപ്പോ കേക്കണ്ട. അത് ശരിയാ, അവിടെ ഇവിടെ ഒന്നും ഇല്ലല്ലോ അല്ലേ. ഒന്നും പറയണ്ട. കുറച്ചു മുന്നേ എന്നെ നല്ല പോലെ ഉപദേശിച്ചിട്ടുള്ളൂ കണ്ണനെ ഒന്ന് ഇരുത്തി ഉപദേശിക്കാൻ. അവളുടെ മനസ്സിലിപ്പോ അവനക്ക് ജോലിയും കല്യാണമൊക്കെ തന്നെ ഉള്ളൂ. അവളാ പറഞ്ഞത് ചിരിച്ചു തള്ളേണ്ട കേസൊന്നുമല്ല. നമ്മൾ കുറച്ചും കൂടി കണ്ണന്റെ കാര്യത്തിൽ സ്ട്രോങ് ആവണം. പിന്നെ 25 വയസ്സ് കഴിഞ്ഞില്ലേ, ഒരു ജോലിയും കല്യാണമൊക്കെ നോക്കേണ്ട പ്രായം തന്നെ ആയി. നീ എന്തായാലും കണ്ണനോടൊന്ന് സംസാരിക്കണം മഹി. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അവൻ വരട്ടെ, സംസാരിച്ചു നോക്കാം. പിന്നെ ഒന്നിനും നിർബന്ധിക്കാൻ വയ്യ. അതാ, അവന് റെഡിയാണെങ്കിൽ അവൻ നിൽക്കുന്നിടത്ത് തന്നെ ഞാൻ അവന് ജോലി വരെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അവന് വേണ്ടാന്ന് വെക്കുമ്പോൾ എനിക്ക് എന്താ പറയാൻ പറ്റുമോ? അവന് ഇഷ്ടമല്ലാത്തത് ചെയ്യിക്കാൻ എനിക്കും താല്പര്യമൊന്നുമില്ല. കണ്ണൻ എന്നോടൊന്ന് പറഞ്ഞു അവൻ അത്യാവശ്യം പ്രോഗ്രാംസ് ഒക്കെ കിട്ടുന്നുണ്ടെന്ന്. അവനതാ താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ. എന്തായാലും നീ സംസാരിച്ചു നോക്ക്. ഹാ പപ്പാ, ഞാനിപ്പോ സ്റ്റേഷനിലെത്തി. എന്നെ കാണുന്നില്ലേ? കാണുന്നുണ്ട് മോളെ. നിനക്കൊന്ന് എന്റെ അടുത്ത് വരായിരുന്നില്ലേ? ഞാൻ പപ്പയും കൂടി കണ്ടിട്ട് പോയാൽ മതി എന്നാ കരുതിയത്. പക്ഷെ ടൈം കിട്ടിയില്ല. മമ്മിയുടെ അടുത്ത് കുറച്ചധികം നേരം ഇരുന്ന് പോയി. അതാ. അത് ശരി. എന്താ പെട്ടെന്നൊരു പോക്ക്? ഞാൻ അറിഞ്ഞു ഓഫീസിലെ പ്രശ്നങ്ങളൊക്കെ. എന്തെങ്കിലും സീനായ മോളെ? കുറച്ച് സീനൊക്കെ തന്നെയാ പപ്പ. പിന്നെ ഇതൊക്കെ നാറുന്നവരെ എന്നോട് 1 വീക്ക് ലീവ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കരുതി ഇവിടെ നിൽക്കേണ്ട, അച്ഛമ്മയുടെ അടുത്ത് പോവാന്ന്. അതേതായാലും നന്നായി മോളെ. നിനക്കും ഒരു ചേഞ്ച് ആവശ്യമാണ്. ഇവിടെ നിൽക്കാത്തത് തന്നെയാ നല്ലത്. അച്ഛമ്മക്ക് സന്തോഷാവും. നീ വിളിച്ചു പറഞ്ഞായിരുന്നു? കുറച്ചു മുന്നേ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പ. എന്നാ ഓക്കെ, ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാട്ടോ. ശരി, ബൈ. എന്താടാ കണ്ണാ നീ കാട്ടിക്കൂട്ടുന്നേ? ഒന്നുമില്ല എൻ്റെ ചെറിയച്ചോ. വാ, നമുക്ക് അടിക്കല്ലേ? എടാ കള്ളക്കണ്ണാ, നീയാണ് എന്നെ കുടിപ്പിച്ച് വഷളാക്കുന്നേ. എന്നിട്ട് പേര് മൊത്തം ഹരിക്ക്. ഹരിയെ കണ്ടാണ് കണ്ണ വഷളാവുന്നേ, ഹരിയെ കണ്ടാണ് കണ്ണ വഷളാവുന്നേ. ഇതേ ചേച്ചിക്ക് പറയാൻ നേരമുള്ളൂ. അത് സാരമില്ലെന്നേ. ആ സർട്ടിഫിക്കറ്റ് ചെറിയച്ചൻ എന്നെ ഇരിക്കട്ടെ. ഡാടാ, ഇങ്ങനെ പോയാൽ ചേച്ചി എന്നെ അവിടുന്ന് മിക്കവാറും പുറത്താക്കും. അതിനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഓ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ പെറ്റു കിടക്കുകയാണല്ലോ. ഒന്ന് പോയ മനുഷ്യ. നിങ്ങളെപ്പോഴും ആ ഫ്ലാറ്റിലല്ലേ? വല്ലപ്പോഴും വന്നെങ്കിൽ വന്ന്. ഇക്കണക്കിന് പോയ ആ വരവും നിൽക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. അതൊക്കെ ഇരിക്കട്ടെ, എന്താണ് എൻ്റെ മോൻ്റെ പരിപാടി? എങ്ങനെയുണ്ട് എൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ? പ്രോഗ്രാമൊക്കെ പച്ച പിടിച്ച് വരുന്നുള്ളൂ, കുഴപ്പമില്ല. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് അമ്മയും ചേച്ചിയും എന്ത് പറഞ്ഞു? എന്ത് പറയാനാ, അച്ഛമ്മയുടേത് ചെറിയച്ചനറിയാലോ. അമ്മയുടെ പിന്നെ പറയണ്ട, സ്ഥിരം പല്ലവി, പരാതിയും പരിഭവവും. അതങ്ങനെ പോകുന്നു. ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ, നിനക്കിപ്പോൾ പുതിയൊരെണ്ണം സെറ്റായെന്ന് കേട്ടല്ലോ. ഇതെങ്ങനെ, സീരിയസ് ആണോ എൻ്റെ മോനെ? നോ, എ ബിഗ് നോ. എൻ്റെ ചെറിയച്ച, എൻ്റെ റോൾ മോഡലായ നിങ്ങൾ തന്നെയാണോ എന്നോട് ഇതൊക്കെ ചോദിക്കുന്നേ? കഷ്ടമുണ്ട്. പിന്നെ ഇതൊക്കെ ഒരു ടൈം പാസ് അല്ലേ, ഒരു എൻജോയ്മെൻറ്റ്. ഇവറ്റകളെയൊക്കെ തലയിലെടുത്ത് വെക്കാൻ പറ്റുമോ? ഞാനതിനൊന്നും മെനക്കെടാൻ പോകുന്നില്ല. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, നമുക്ക് അത്രയേ ഉള്ളൂ.
എനിക്കെന്തെങ്കിലും എൻജോയ്മെന്റ് വേണ്ടേ, അതിനു വേണ്ടിയാ ഈ കാട്ടിക്കൂട്ടിലൊക്കെ. ആൻഡ് യു നോ ഐ ലൈക്ക് ദിസ് കൈൻഡ് ഓഫ് എൻജോയ്മെന്റ്. ദാറ്റ്സ് മൈ ബോയ്. എനിക്കറിയടാ. എങ്ങനെയാലും നീ ഞാൻ വളർത്തിയ എൻ്റെ മോനല്ലേ, അങ്ങനെ വരും. അടിക്കട മോനെ. ചിയേഴ്സ്. പിന്നെ കണ്ണാ, എങ്ങനെയൊക്കെയാലും എന്നെ പോലെ നീ ആവണ്ട. നിനക്ക് കല്യാണം കുടുംബമൊക്കെ വേണം, കേട്ടല്ലോ? ഓ, തുടങ്ങി പെണ്ണും പെടക്കുകയും. നിങ്ങളൊന്ന് പോയ മനുഷ്യന്റെ മൂഡ് കളയാതെ. കണ്ണാ, പതിയെ കുടിയടാ, നിന്റെ കരള് പോവും. നീ ആരെയാ ഇങ്ങനെ നോക്കുന്ന കണ്ണാ? ചെറിയ അങ്ങോട്ട് നോക്കിയേ, നല്ലൊരു ചിക്ക്. ഞാനൊന്ന് മുട്ടിയിട്ട് വരാം. ചെല്ല് എന്റെ മോൻ ചെന്ന് വളച്ചോണ്ട് വാ. ചെറിയ ചിനിപ്പടം തന്നെയുണ്ട്. ഇന്നലെ എങ്ങനെയാ എന്റെ മോനും കൊച്ചുമോനും കയറി വന്നതെന്ന് വല്ല ബോധമുണ്ടോ? എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാത്തെ? എന്റെ പൊന്നു ഹരി, നീ എന്താടാ ഇങ്ങനെ? കണ്ണം കുടിക്കുന്നത് നീ വേണ്ടേ തടയാൻ? രണ്ടും കുടിച്ച് ബോധമില്ലാതെ വന്നത്. ലക്ഷ്മി കാണാത്തത് നിങ്ങളുടെയൊക്കെ ഭാഗ്യം. സോറി അമ്മ, അവൻ വന്ന സന്തോഷത്തില് രണ്ടെണ്ണം അടിച്ചതാ. അവൻ പറഞ്ഞതാ, പിന്നെ ഞാനാ നിർബന്ധിച്ച്. ഇനി അങ്ങനെ ചെയ്യില്ല, പോരെ? എന്നാ രണ്ടുപേർക്കും കൊള്ളാം. അല്ലെങ്കിൽ ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് രണ്ടുപേർക്കും കൊള്ളും, അത്രയേ ഉള്ളൂ. അതല്ല അച്ചു, ഇവിടെ ആരുമില്ലേ? അച്ഛനെയും അമ്മനെയും അപ്പച്ചിയൊന്നും കാണുന്നില്ലല്ലോ. എങ്ങനെ കാണാനാ? ഇന്നലെ രാവിലെ ഫുഡ് കഴിച്ച ഉടനെ ഇറങ്ങിപ്പോയതല്ലേ. എന്നിട്ട് വരുന്നതോ നട്ട പാതിരാത്രിക്ക്, 4 കാലില്. എന്നെ കൊണ്ടൊന്നും പറയിക്കില്ലേ കണ്ണാ. ഹാ, പാവ എന്റെ മഹി. നിന്നോടൊന്ന് സംസാരിക്കാൻ എത്ര വരെ കാത്തിരുന്നു എന്നറിയോ? എന്നിട്ടോ അതിനൊന്ന് മര്യാദക്ക് സംസാരിക്കാൻ കൂടി പറ്റിയില്ല. സുമ ഇന്നലെ വൈകിട്ട് എന്നെ പോയി. പിന്നെ നിന്റെ അമ്മ രാവിലെ തന്നെ അമ്പലത്തിലോട്ട് പോയതാ. ഇപ്പൊ വരും. ആ, എന്താ കാര്യമായിട്ട് ആലോചനയിലാണല്ലോ? ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാന്ന് ആലോചിക്കാണോ? അതെ, അച്ഛമ്മക്ക് എങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി എന്റെ കണ്ണാ. നിന്നെ ഞാൻ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ലല്ലോ. എന്തായാലും അതിനൊരു വഴിയുണ്ട്. ആണോ? എന്ത് വഴിയാ അച്ഛമ്മേ? രാവിലെ തന്നെ അമ്മയുടെ വായിലിരിക്കുന്ന കേൾക്കാൻ എന്നെ കൊണ്ട് വയ്യ. വേഗം പറ. വേറെ ഒന്നുമല്ല കണ്ണാ, ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് നിന്നോട് ഹരിയോടും പോകാന്? അത് നീ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ പൊക്കോ. അതൊക്കെ പോവാം, പക്ഷേ ഏത് കൂട്ടുകാരിയാ? മാത്രല്ല, എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോകുന്നേ? അവിടെ പോയിട്ടെന്താ അച്ഛനാവശ്യം? എന്താ കണ്ണാ, നിന്നോട് ഞാൻ ഇങ്ങോട്ട് എന്തിനാ വരാൻ പറഞ്ഞേ? എൻ്റെ സപ്തതിയല്ലേ ഈ വരുന്ന ആഴ്ച. നീ അത് മറന്നോ? അപ്പൊ പിന്നെ എൻ്റെ ഒറ്റ കൂട്ടുകാരിയായ അവളെ വിളിക്കാതെ എങ്ങനെയാ? ഓ, അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ അല്ലേ? ഞാൻ ആ കാര്യം വിട്ടുപോയിരുന്നു. ഇപ്പോഴാ ഓർക്കുന്നേ. അതല്ല, അതിന് അച്ഛമ്മ നേരിട്ട് വിളിച്ചാ പോരെ? ഞങ്ങൾ അവിടെ പോയി ക്ഷണിക്കണോ? പിന്നെ പോണം. ജാനുവിനെ ഞാൻ ഫോണിൽ വിളിച്ചോണ്ട് നിങ്ങൾ രണ്ടുപേരും പോയി അവിടെയുള്ള എല്ലാവരെയും ക്ഷണിച്ചു വരണം. അതല്ല അതിൻ്റെ ഒരു മര്യാദ. ഓക്കെ, ഇനി അതേ പറ്റി ഇവിടെ സംസാരം വേണ്ട. കണ്ണ, നമുക്ക് രണ്ടുപേർക്കും ഇപ്പൊ തന്നെ പോവാന്നേ. അമ്മേ, അന്ന് പോയ ജാനുമ്മയുടെ വീടല്ലേ? അതേടാ മോനെ, നീ 2 തവണ അവിടെ പോയിട്ടുണ്ടല്ലോ അല്ലേ? എന്തായാലും നിങ്ങൾ ഇപ്പൊ തന്നെ പൊക്കോ. അല്ലെങ്കിൽ ലക്ഷ്മി എന്ന അവളുടെ വായിലിരിക്കുന്നതോ 2 പേര് കേൾക്കേണ്ടി വരും. ഇതാവുമ്പോ അവൾ വരുമ്പോ ഞാൻ പറഞ്ഞോണ്ട് നിങ്ങളെ 2 പേരെയും ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചെന്ന്. എന്താ കണ്ണ, നമുക്കിപ്പോ തന്നെ ഇറങ്ങിയാലോ? നീ റെഡിയല്ലേ? ഒന്ന് ഫ്രഷ് ആവേണ്ട താമസം, അത്രയേ ഉള്ളൂ. അല്ല ചെറിയച്ചാ, ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ടോ അങ്ങോട്ട്? വലിയ ദൂരമൊന്നുമില്ല, ഒരു 1.5-2 മണിക്കൂർ. എന്തായാലും ഞാൻ പോയി ഫ്രഷ് ആവട്ടെ.
അത് ശരി, മോളെ എഴുന്നേറ്റ് ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഞാൻ ചുമ്മാ ആരെയും കണ്ടില്ല, അപ്പൊ ഇങ്ങോട്ട് വന്നതാ. ഇന്നലെ വൈകിയല്ലേ മോളെത്തിയേ? കുറച്ചു നേരം കൂടി കിടന്നുകൂടായിരുന്നോ? ക്ഷീണം കാണുമല്ലോ. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല വല്യമ്മേ, ഞാൻ ഓക്കെയാണ്, ക്ഷീണമൊക്കെ മാറി. പിന്നെ നീ വന്നതുകൊണ്ട് ഇന്ന് വേണി മക്കളൊക്കെ വരും. അമ്മ രാവിലെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓ, വേണി അപ്പച്ചി വരുന്നുണ്ടോ? അതേതായാലും നന്നായി, വന്ന സ്ഥിതിക്ക് എല്ലാരും കണ്ടിട്ട് പോവാലോ. അല്ല വല്യമ്മേ, അച്ഛമ്മയും അനുചേച്ചിയൊക്കെ എവിടെ? ആരും കാണുന്നില്ല. അമ്മയാനും രാവിലെ തന്നെ അമ്പലത്തിലോട്ട് പോയതാ, ഇപ്പൊ ഇങ്ങ് എത്തുമായിരിക്കും. അല്ല മോളെ, നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. വാ, വല്യമ്മ ചായ എടുത്ത് തരാം. ആ, ഞാൻ വരാം വല്യമ്മേ. എൻ്റെ പൊന്നു ചെറിയ ഇതുവരെ എത്തിയില്ലേ? 1.5 മണിക്കൂറായി ഇതിങ്ങനെ ചുറ്റിക്കറങ്ങുന്നു. ഇപ്പം എത്തും. ഇതേ ഒരു 10-15 മിനിറ്റ്, അതിനുള്ളിൽ നമ്മളവിടെ എത്തും. കൊള്ളാലോ, ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. അല്ല ചെറിയച്ച, എനിക്ക് നല്ല ഇഷ്ടമായി. ഒരു കൂൾ ഫീൽ അല്ലേ? അതേടെ കണ്ണ, ഇവിടെ കാണാൻ നല്ല രസമാണ്. നമുക്ക് പോകുന്ന വഴിക്ക് ഇവിടെ എവിടെയെങ്കിലൊക്കെ കയറാം. അച്ഛമ്മേ, ഞാൻ ആ കൊളക്കടവിൽ പോയി ഒന്ന് കുളിക്കട്ടെ? മോളെ, ഈ സമയത്ത് വേണ്ട, വെയില് വന്ന് തുടങ്ങിയില്ലേ, നിനക്കിനി നീരിറങ്ങും. അങ്ങനത്തെ പ്രശ്നമൊന്നും എനിക്കില്ല എൻ്റെ അച്ഛമ്മേ. ഞാൻ എന്തായാലും കുളിച്ചിട്ട് വരാം പ്ലീസ്. എനിക്ക് കൊതിയായിട്ടാ, വല്ലപ്പോഴല്ലേ ഞാൻ ഇങ്ങോട്ടൊക്കെ വരൂ. പൊക്കോട്ടെ അമ്മേ, വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അനുമോളെ വിടാം. അതൊന്നും വേണ്ട വല്യമ്മേ, ആരോ വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ. അനുചേച്ചി തിരക്കിലാവും, ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാം. ഏയ്, ഒറ്റക്കൊന്നും പോവണ്ട, നല്ല ആഴമുള്ള കൊള. എനിക്ക് പേടിയാ നിന്നെ തന്നെ വിടാൻ. എന്താണ് എൻ്റെ ജാനകിക്കുട്ടി, എനിക്ക് 10-30 വയസ്സ് കഴിഞ്ഞു, എന്നെയാണോ തന്നെ വിടാൻ പേടി? പിന്നെ ഞാൻ നല്ല അസലായിട്ട് തന്നെ നീന്തും, അതോർത്തൊന്നും എൻ്റെ ജാനകിക്കുട്ടി പേടിക്കണ്ട. ഞാൻ പോയി വേഗം വരാന്നേ. ഓ, ഇപ്പം നിനക്ക് 10-30 വയസ്സ് വലിയ ആളാ. കല്യാണക്കാരും പറയുമ്പോഴോ? എന്റെ പൊന്നോ, തുടങ്ങല്ലേ. ഞാൻ ഒന്ന് പോയേച്ച് വരാം വല്യമ്മേ, ഒന്ന് പറ. പോയി വരട്ടെ അമ്മേ, ഇവിടെ നമ്മുടെ കൊളക്കടവിലല്ലേ. മോള് പൊക്കോ, അമ്മയെ കാര്യാക്കണ്ട. ശരി ശരി, പെട്ടെന്ന് വന്നോണം, പിന്നെ സൂക്ഷിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാനെന്നാ ഡ്രസ്സൊക്കെ എടുത്തു വെക്കട്ടെ. കണ്ണ, സ്ഥലം എത്തിയിട്ടോ. ദേ, ഈ വളവ് കഴിഞ്ഞാൽ കാണുന്ന വീടാ. ഹോ, എത്തിയോ? ഒരു കാര്യം ചെയ്യും, എന്നെ ഇവിടെ ഇറക്കിയേക്ക്, ചെറിയച്ചും പൊക്കോ. അതെന്തിനാടാ? നിനക്കും എൻ്റെ കൂടെ പോന്നൂടെ? ഏയ്, ഞാനൊന്നുമില്ല, ചെറിയച്ചൻ തന്നെ പോയാ മതി. ഞാൻ എപ്പോഴേക്കും ഇവിടുത്തെ പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിച്ചിട്ട് വരാം. ശരി ശരി, എന്നാ എൻ്റെ മോൻ ഇവിടെ ഇറങ്ങിക്കോ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിന്നെ വിളിക്കാം. ദൂരോട്ട് എവിടേക്കും പോകരുത് കേട്ടോ. ഞാൻ ഈ ചുറ്റുവട്ടത്ത് തന്നെ കാണും. അതെ, പെട്ടെന്നെങ്കിൽ വന്നാ മതി. ഒരുപാട് സമയം എടുക്കരുത്, ഞാൻ എൻ്റെ പാട്ടിനങ്ങ് പോവും, കേട്ടല്ലോ? ഓ നമ്പ്ര.
സംഭവം ഇവിടെയൊക്കെ നൈസായിട്ടുണ്ട്. നല്ല നല്ല സ്ഥലങ്ങൾ, ശരിക്കും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം. ബട്ട് ഇവിടെ ഗേൾസിന് വലിയ ക്ഷാമമാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഇവിടുത്തെ ബോയ്സിന്റെ കഷ്ടകാലം, പുവർ ബോയ്സ്. എന്തായാലും ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് വെക്കാം, ചെറിയച്ചനെ കാണിക്കാലോ. അതല്ല, ആ ചേട്ടൻ പറഞ്ഞ കുളക്കടവ് ഇവിടെ അടുത്ത് തന്നെയാണോ എന്തോ? ഇനിയും ഒത്തിരി പോകാനുണ്ടോ? പോയി നോക്കാം. മിസ് എപ്പിസോഡ് 2 എങ്ങനെ ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഓൾസോ നമ്മൾ ഹൈപ്പും ചെയ്യാൻ മറക്കല്ല കേട്ടോ. സോ നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് നെക്സ്റ്റ് സൺഡേ കാണാം. അപ്പോൾ ബൈ, ലവ് യു. ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ.